ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട്, രേഖാ രതീഷ് സിനിമ ഫീൽഡിലും സീരിയൽ ഫീൽഡിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം രേഖാ രതീഷിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ രേഖാ രതീഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ പറഞ്ഞിരിക്കുന്നത് രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുക്കുകയാണ്, പരാതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് എന്നറിയില്ല. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. 9 മാസമായിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ്, വർക്കൊന്നുമില്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ രീതിക്കുള്ള ചിത്രീകരണം നടത്തിക്കൊണ്ട് അവരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്. ആരാണ് ആ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നില്ല, എല്ലാ യൂട്യൂബേഴ്സിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്നത് ഞാനടക്കം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പോൾ രേഖാ രതീഷ് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, ഈ സമൂഹം എന്തിനാ ഒരാളുടെ പുറത്ത് തന്നെ പോകുന്നത്? ഇപ്പോൾ രേണുസുതി ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ ഡബിൾക്ക് ഡബിൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമാണ് അഭിനയ ജീവിതം, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ. നമ്മളെന്തിനാണ് അവരെ ശല്യം ചെയ്യാൻ പോകുന്നത്? നമ്മൾ അവർക്ക് ചിലവിന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ രേഖാ രതീഷിൻ്റെ കാര്യമായാലും നമ്മൾ അവർക്ക് ചിലവിന് കൊടുക്കുന്നില്ല. അവർ ഇടുന്ന വീഡിയോസ് കാണുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളെന്തിനാണ് അവർ വിമർശിക്കാൻ പോകുന്നത്? നമ്മൾ ആരെങ്കിലും വിമർശിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. അവരൊരു വിധവയാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവരവരെ മകനെ പോറ്റാൻ ഏത് ഫീൽഡിലോ ഏതൊരു രീതിക്കോ അവർ ജീവിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് രേണുസുതിയും. ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി ഉടുത്തിട്ടോ അഴിച്ചിട്ടോ എങ്ങനെയെങ്കിലും വീഡിയോസ് ചെയ്യുകയോ ഫോട്ടോസ് എടുക്കുകയോ അവളുടെ ഇഷ്ടപ്രകാരം അവൾ ജീവിച്ചോട്ടെ. നമ്മൾ നന്നാക്കി ആരും നന്നാവില്ല, സമൂഹം നന്നാവില്ല. പിന്നെ എന്തിനാണ് വെറുതെ അതിൻ്റെ പുറകെ പോകുന്നത്? നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന തെറി കേൾക്കാനായിട്ട് നമ്മൾ എന്തിനു പോകുന്നു? എനിക്കതേ പറയാനുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുക. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളും പോയി ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതാണ്. അതുപോലെ തന്നെ രേഖാ രതീഷ് പറയുന്നുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് എന്നെ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. അപ്പോൾ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇപ്പോൾ സമൂഹത്തിൽ നടന്നു വരുന്ന ആത്മഹത്യകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ ഒരു മീഡിയയുടെ പേരിൽ. അതുകൊണ്ട് എനിക്കതിനുള്ള സംരക്ഷണം കിട്ടണം എന്നാണ് രേഖ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ ഒരാളെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ കാര്യം തന്നെ എടുക്കുക മാത്രമുണ്ട്. അപ്പം നമ്മളതെടുത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുക. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്ത് നമ്മൾ വിട്ടുകൊടുക്കുമോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരാളിടുന്ന പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ അനവധി മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ? നമുക്കൊരു ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞാൽ നമ്മളങ്ങനെ മോശമായിട്ട് ഒരാളോട് പെരുമാറേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.